Good morning to all. So, Good morning, ma'am. yeah, morning. Good morning. Yeah, morning. Then how are you all? Fine, thank you. Fine. Okay, active ആണോ എല്ലാവരും? Active ആണ്. ഭയങ്കര സൈലന്റ് ആണോ ക്ലാസ്? സംസാരിക്കൂ. ആ. Okay, കേൾക്കുന്നുണ്ടോ? Am I audible? Yes, ma'am. Okay. Start ചെയ്യാം നമുക്ക് ക്ലാസ്. Okay ആണോ? Okay. Okay. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു അല്ലെ? പറഞ്ഞിരുന്നു എന്താണ് ബിഗിനേഴ്സ് ആണ്, കുറച്ച് പേര് സിസ്റ്റം അറിയാത്തവരുണ്ട്. സോ നമുക്ക് ബിഗിനിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, മ്യൂട്ട് ചെയ്യാം കേട്ടോ, എല്ലാവരും മ്യൂട്ട് ചെയ്യാം. എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ മാത്രം അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാം. ഓക്കെ, ഞാൻ ഓൺമ്യൂട്ട് കൊടുത്ത് ക്ലാസ് എടുക്കുന്നില്ല കേട്ടോ. നമുക്ക് ഇംഗ്ലീഷിൽ അങ്ങനെ ഓൺമ്യൂട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. സോ അത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യണം. അതുകൊണ്ട് ഓൺമ്യൂട്ട് കൊടുക്കുന്നില്ല. സോ നിങ്ങൾ എല്ലാവരും മ്യൂട്ട് ചെയ്യാം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം, അതിനുശേഷം മ്യൂട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ക്ലിയർ? Yes, ma'am. യെസ്. ഓക്കെ, എനിക്ക് എപ്പോഴും റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, മറ്റു ക്ലാസ്സിലും പോലെയല്ല, ഇംഗ്ലീഷ് ക്ലാസ്സിൽ എനിക്ക് റെസ്പോണ്ട്, എന്നോട് സംസാരിക്കണം. ഓക്കെ. Okay, ma'am. Okay. അപ്പോ എന്താണ്, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇംഗ്ലീഷിലെ ഫസ്റ്റ് നൗ അല്ലെ? വാട്ട് ഈസ് നൗ? നൗ എന്താണ്? ഭയങ്കര സിമ്പിൾ ആണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല, ആലോചിക്കാനായിട്ടൊന്നുമില്ല കേട്ടോ. നാമം, നെയിം ആണ്. ഓക്കെ, എന്നൊക്കെ മലയാളം അധികം പഠിക്കണമെന്നില്ല. നൗൺ ഈസ് എ നെയിം. ഓക്കെ, name of anything, name of person, place, animals, things and concepts, anything. Okay, name ആണ് എന്ത് noun എന്ന് പറയുന്നത്. ക്ലിയർ? നമുക്ക് നൗണിൽ തന്നെ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്, മനസ്സിലായോ? അത്രയും ഒരുപാട് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് എന്താണ് നൗൺ എന്താണെന്ന് അറിയാം. പൊതുവെ നൗണിൽ തന്നെ നമ്മൾ 9 types of nouns ഉണ്ട്. അല്ലെങ്കിൽ ഒരു അത്യാവശ്യം ഏതൊക്കെയാണ് ജസ്റ്റ് ഞാൻ പറഞ്ഞു പോവാണ് കേട്ടോ. നമുക്ക് പഠിക്കാൻ വേണ്ടി ഒന്നല്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. എന്തായാലും നമ്മൾ പഠിക്കുകയാണ്, സോ കൂട്ടിലൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം. ഓക്കെ, നൗണിൽ തന്നെ നമുക്ക് പ്രോപ്പർ നൗൺ, കോമൺ നൗൺ, ആബ്സ്ട്രാക്ട് നൗൺ, കൗണ്ടബിൾ, അൺകൗണ്ടബിൾ, പ്ലൂറൽ നൗൺ, സിംഗുലർ നൗൺ, അങ്ങനെ ഒരുപാട് നൗൺസ് ഉണ്ട്. ചിലപ്പോൾ കുറച്ച് പേര് കേട്ടിട്ടുണ്ടാകാം, പ്ലൂറലും സിംഗുലറും കേട്ടിട്ടുണ്ടാകാം അല്ലെ? പ്രോപ്പർ, abstract, common noun, കുറെ nouns ഉണ്ട്. ഒന്നുമില്ലാതില്ല, പ്രത്യേകിച്ചൊന്നും പഠിക്കാനൊന്നുമില്ല. നമ്മളൊന്ന് പറഞ്ഞ നെയിം ആണെന്ന് മനസ്സിലാക്കാം. ഇപ്പോ എനിക്കൊരു പേരുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പേരുണ്ട് അല്ലെ? അതൊരു noun ആണ്. നമുക്ക് ചുറ്റും നോക്കിയാൽ എല്ലാ വസ്തുക്കൾക്കാണെങ്കിലും അനിമൽസിനാണെങ്കിലും എല്ലാവർക്കും എല്ലാത്തിനും ഒരു പേരുണ്ട്. ഓക്കെ, അതിനെയാണ് noun എന്ന് പറയുന്നത്. ക്ലിയർ? ഇത്രയും പഠിക്കാം. ഓക്കെ ആണല്ലോ? യെസ്. ഇനി പ്രോണ. എന്താണ് പ്രോണ? നോട്ട്സ് നിങ്ങൾ നോട്ട്സ് എഴുതുന്നുണ്ടോ? എഴുതുന്നുണ്ടോ? പറയൂ. ഏതിനും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഏതിനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഏറ്റവും നല്ലത് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കി പഠിക്കുക. അപ്പൊ നോട്ട്സ് നമ്മൾ ആശ്രയിക്കേണ്ട ആവശ്യം വരില്ല. ഇപ്പൊ നൗൺ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എപ്പോഴും പറയാൻ പറ്റില്ലേ? എന്താണ് നൗൺ? നമുക്കറിയാം, നൗൺ നെയിം ആണ്. സോ അത്രയേ ഉള്ളൂ. അതിന് പ്രത്യേകിച്ച് നോട്ട്സ് എഴുതുന്ന ആവശ്യമുണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല. വേണമെങ്കിൽ എഴുതാം കേട്ടോ. നിങ്ങൾ നോട്ട്സ് എഴുതുന്നുണ്ടെങ്കിൽ എന്നോട് പറയണം. അപ്പൊ ഞാൻ സ്ലോ ആക്കി ചിലപ്പോൾ പറഞ്ഞുതരാം. അല്ലെങ്കിൽ ക്ലാസ് കുറച്ച് നമുക്ക് പോസ് ചെയ്ത് വെക്കാം. ഓക്കെ, സോ പറയണം. ഇനി നെക്സ്റ്റ് പ്രോണൗൺ ആണ്. എന്താണ് പ്രോണൗൺ? പ്രോണൗൺ is a word that is used instead of a noun. ഓക്കെ, അതായത് ഇപ്പോ ഒരു മീര എന്ന് പറയുന്ന ഒരു കുട്ടി,
ഓക്കെ, നമുക്ക് മീരയെ കുറിച്ച് സംസാരിക്കണം. അപ്പൊ മീര എന്ന് പറയുന്ന കുട്ടി ഇപ്പൊ എന്റെ ഫ്രണ്ട് ആണെന്ന് പറയാം. അപ്പൊ മീര എന്റെ ഒരു ഫ്രണ്ട് ആണ്. മീര ഇസ് മൈ ഫ്രണ്ട് ആൻഡ് മീര ഹാസ് എ ലോങ് ഹെയർ. Mira is a good person, she has a good personality എന്നൊക്കെ പറയാം നമുക്ക്. അപ്പൊ നമ്മൾ പറയുമ്പോ മലയാളത്തിലാണെങ്കിലും മീര എന്റെ ഫ്രണ്ട് ആണ്, മീരയ്ക്ക് ഒരുപാട് മുടിയുണ്ട്, മീരയെ കാണാൻ നല്ല ഭംഗിയാണ്, മീരയ്ക്ക് നല്ലൊരു ക്യാരക്ടർ ആണ് എന്നൊക്കെ പറയുമ്പോ നമ്മള് പേര് തന്നെ മെൻഷൻ ചെയ്യുമോ? കണ്ടിന്യൂസ് നമ്മുടെ പേര് തന്നെ യൂസ് ചെയ്യുമോ? ഇല്ല. പൊതുവെ എങ്ങനെയാണല്ലോ അല്ലെ, നമ്മൾ സംസാരിക്കുമ്പോൾ അങ്ങനെ തന്നെയല്ലേ, പേര് നമ്മൾ യൂസ് ചെയ്യാറുണ്ടോ? ഫസ്റ്റ് പേര് പറയുന്നു, ദെൻ അതിനുശേഷം നമ്മൾ പേര് കണ്ടിന്യൂസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ടോ? ഒരിക്കലും നമ്മൾ ചെയ്യാറില്ല. അതിപ്പോ നമ്മളൊരു ഹ്യൂമൻ ബീയിങ്സിനെ കുറിച്ച് പറയാനാണെങ്കിലും അല്ലെങ്കിൽ ആനിമൽസോ തിങ്സോ ഇതിനെ കുറിച്ചാണെങ്കിലും നമ്മൾ ഫസ്റ്റ് മാത്രമേ പേര് മെൻഷൻ ചെയ്യൂ. അതിനുശേഷം പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? പ്രോണൗൺ. മനസ്സിലായോ? യാ, അപ്പൊ പേരിയെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ നമ്മൾ പിന്നീട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഷീ ആണ്, അവൾ എന്നാണ് നമ്മൾ പറയാ. യാ, ഷീ ആണ്. ഇനി അതൊരു മെയിൽ ആണെങ്കിൽ ഷീ യൂസ് ചെയ്യും. ഇനിയിപ്പോ ഒരു അനിമലോ തിങ്സോ ആണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഇറ്റ് യൂസ് ചെയ്യും. യാ, ഇതിനെയാണ് നമ്മൾ പ്രോണൗൺ എന്ന് പറയുന്നത്. Mira is my friend. She has a long hair. എന്നൊക്കെ പറഞ്ഞ് ഷീ വെച്ചിട്ട് നമ്മൾ പറയാം. ഓക്കെ, അപ്പൊ പ്രോണൗൺ എന്താണെന്ന് മനസ്സിലായോ? പ്രോണൗൺ ഇസ് എ വേർഡ് that used instead of a noun. നൗണിന് പകരമായി യൂസ് ചെയ്യുന്ന ഒരു വേർഡ് ആണ് പ്രോണൗൺ എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെയാണ്, മനസ്സിലായി? ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ് കേട്ടോ. ഇനി നമുക്ക് അറിയേണ്ടത് എന്താണ്? വെർബ് എന്താണെന്ന് അറിയണം അല്ലെ? അറിയാലോ വെർബ് എന്താണ്? വെർബ് എന്ന് പറയുമ്പോ പ്രവൃത്തിയാണ്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളാണ് വെർബായിട്ട് വരാം അല്ലെ? നമ്മൾ ആക്ഷനിലൂടെ ചെയ്യുന്ന എന്ത് പ്രവൃത്തിയാണെങ്കിലും വേർബാണ്. ഓക്കെ, അപ്പൊ നമുക്ക് വേർബിൽ നമ്മൾ ഒരു 2 types of verb, which is action verb and state verb. അതായത് ആക്ഷൻ വേർബ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫിസിക്കലി ചെയ്യുന്ന എല്ലാ ആക്ഷൻസും എന്താണ്? ആക്ഷൻ വേർബ് ആണ്. ചാടുക, ഓടുക, ജമ്പ്, റൺ, റൈറ്റ്, ഓക്കെ, ഇതെല്ലാം ഡാൻസ്, ഇതെല്ലാം എന്താണ്? ആക്ഷൻ വേർബ് ആണ്. ഇനി സ്റ്റേറ്റ് വേർബ് ആണ്. സ്റ്റേറ്റ് വേർബ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. Bram is a boy, അല്ലെങ്കിൽ he is hungry, she feels tired എന്നൊക്കെ പറയുന്നതെല്ലാം എന്താണ്? സ്റ്റേറ്റ് വേർബ് ആണ്. സ്റ്റേറ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണെന്ന് പറയാം. മനസ്സിലായോ? പറഞ്ഞ രണ്ട് വേർബും മനസ്സിലായോ? ആക്ഷൻ വേർബ് എന്താണ്? നമ്മൾ ഫിസിക്കലി ചെയ്യുന്ന എല്ലാ ആക്ഷൻസും ആക്ഷൻ വേർബ് ആണ്. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ഫീലിങ്സ് ഉണ്ടാകും അല്ലെ? ഫീലിങ്സ് ഉണ്ടാകാം. ജസ്റ്റ് ഇപ്പോ അവനൊരു ബോയ് ആണ്, അവനൊരു സ്റ്റുഡന്റ് ആണ് എന്നൊക്കെ പറയുന്നത് ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ദാറ്റ്സ് കൈൻഡ് ഓഫ് വേർബിനെ നമ്മൾ എന്താ പറയാ? സ്റ്റേറ്റ് വേർബ് എന്ന് പറയും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? അപ്പോ ആക്ഷൻ വേർബിൽ പറയുന്ന ഷീസ് ഡാൻസിങ്, ഷീസ് പ്ലേയിങ് ക്രിക്കറ്റ് എന്നൊക്കെ പറയുന്നത്, ഷീസ് ടീച്ചിങ് സ്റ്റുഡൻസ് എന്നൊക്കെ പറയുന്നത് എല്ലാം എന്താണ്? ആക്ഷൻ വേർബ് ആണ്. കാരണം ഒരു ഫിസിക്കലി ആക്ഷൻസ് അവിടെ നടക്കുന്നുണ്ട്. ആക്ഷൻ വേർബ്. ആൻഡ് സ്റ്റേറ്റ് വേർബ് എന്താ? There is no physical actions happen. Okay, just ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, just ഒരു സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണെന്ന് മാത്രം മനസ്സിലാക്കുക. ഇതെല്ലാം നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്. ജസ്റ്റ് ഞാനതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് മാത്രം. ക്ലിയർ ആണല്ലോ? യാ, പിന്നെ നമുക്കറിയാം ഓക്സിലറി വേർബ് ഉണ്ട് അല്ലെ? ഇത് ടെൻസ് പഠിപ്പിക്കുമ്പോൾ ഞാൻ ക്ലിയർ ചെയ്ത് പഠിപ്പിച്ചിട്ടാ കേട്ടോ. ഓക്സിലറി വേർബ് എന്ന് പറയുമ്പോൾ ഈസ്, am, are, was, were, did, do, does, have, has, has. ഇതൊക്കെ ഓക്സിലറി വേർബ്സ് ആണ്. പ്രൈമറി ഓക്സിലറി വേർബ്സ് ആണ്. ഇനി മോഡൽ വേർബ് ഉണ്ട്. can, could, will, would, shall, should, must, may, might. ഇതൊക്കെ എന്താണ്? മോഡൽ വേർബ് ആണ്. അപ്പൊ ഇന്ന് പഠിച്ചാൽ ഇപ്പൊ പഠിച്ച എല്ലാ കാര്യങ്ങളും ക്ലിയർ ആണോ? Do you have any questions about that? Anything? You can ask me. No? ക്ലിയർ ആണോ? എല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു. ഡൗട്ട്സ് എന്തെങ്കിലും ചോദിക്കുക. എന്ത് ഡൗട്ട് ആണെങ്കിലും, എന്ത് പൊട്ടത്തിനാണെങ്കിലും ചോദിക്കൂ കേട്ടോ. ഡൗട്ട്സ് വെച്ചിട്ട് ക്ലാസ്സിൽ നിന്ന് പോകാൻ പാടില്ല. ഓക്കെ, ഓക്കെ ആണോ? ക്ലിയർ ആണോ? പറയൂ. വെർബ് ഒന്നുകൂടെ പറയാം.
ഓക്കെ, ഇപ്പോ ധനിഷ എന്നാണോ പേര്? ധനിഷ കറക്റ്റ് ആണോ? പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആണോ? ധനിഷ റയർ നെയിം ആണല്ലോ. ഓക്കെ, ഇപ്പൊ ധനിഷ എന്താ ചെയ്യാ? ധനിഷ കളിക്കുകയാണ് അല്ലെങ്കിൽ ഡാൻസ് കളിക്കുകയാണെന്ന് വിചാരിക്കും. അത് നമ്മൾ ഫിസിക്കലി നമ്മുടെ ബോഡിയിൽ നമ്മൾ അല്ലെങ്കിൽ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് അല്ലെ? ഓക്കെ, നമ്മുടെ ബോഡി നമ്മൾ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ്? നമുക്ക് ഫിസിക്കൽ ഒരു ആക്ഷൻ ആണത്. സോ അതെന്താണ്? ആക്ഷൻ വേർബ് ആണ്. മനസ്സിലായോ? ഇനിയിപ്പോ ധനിഷ പറയാണ് എനിക്ക് വിശക്കുന്നുണ്ട്, ഫീൽസ് ഹംഗ്രി അല്ലെങ്കിൽ ഫീൽ ടയേർഡ് എന്ന് പറയുമ്പോൾ അതൊരു ജസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. മീൻസ് അവിടെ ആക്ഷൻസ് ഒന്നും നടക്കുന്നില്ല, ഫിസിക്കലി മൂവ്മെന്റ്സ് ഒന്നും നടക്കുന്നില്ല, പക്ഷെ സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരു ഇമോഷൻ ആയിരുന്നു അല്ലെ? ധനിഷ വിശക്കുന്നുണ്ട് എന്ന് പറയുന്നത്, ധനിഷ കുറച്ച് ടയേർഡ് ആണെന്ന് പറയുന്നതും ജസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്, ജസ്റ്റ് ധനിഷയുടെ ഒരു അവസ്ഥയാണ് അല്ലെ? സോ അതിനെ നമ്മൾ സ്റ്റേറ്റ് വേർബ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് ബീയിങ് എന്ന് പറയും. ഓക്കെ, ക്ലിയർ ആയോ? രണ്ടും ക്ലിയർ ആയോ ധനിഷ? ഓക്കെ ആണോ? ഓക്കെ. Then auxiliary verb. Auxiliary verb എന്ന് പറയുമ്പോൾ നമ്മുടെ സബ്ജക്റ്റിനെ ഹെൽപ്പ് ചെയ്യുന്ന verb ആണ് auxiliary verb. Auxiliary verb അഥവാ helping verb എന്ന് നമ്മൾ പറയാറുണ്ട്. അതായത് സബ്ജക്ട് എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഞാൻ കുറച്ചുകൂടെ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. auxiliary verb ഒക്കെ എന്തായാലും ടേംസ് എടുക്കുമ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. അപ്പൊ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാവേ. ഇപ്പൊ ജസ്റ്റ് ഒന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കാം, അത്രേ ഉള്ളൂ. അതായത് സബ്ജക്റ്റിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വേർബാണ് auxiliary verb എന്ന് പറയുന്നത്. അതിൽ am ഉണ്ട്. അപ്പൊ ഐയുടെ കൂടെയാണ് നമ്മൾ am യൂസ് ചെയ്യാം. ഹീയുടെ കൂടെ ഈസ് യൂസ് ചെയ്യാറുണ്ട്. ലൈക്ക് ഈസ് ഡാൻസിങ്, am dancing എന്ന് പറയാറുണ്ട്. ഇപ്പൊ സബ്ജക്റ്റിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വേർഡാണ് എന്ത്? auxiliary അഥവാ ഹെൽപ്പിംഗ് verb എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ പ്രൈമറി ഹെൽപ്പിംഗ് verb ഉണ്ട്, മൊഡാൽ verb ഉണ്ട്. പ്രൈമറി ഹെൽപ്പിംഗ് verb ആണ് സബ്ജക്റ്റിനെ മെയിൻലി ഹെൽപ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അതായത് ഐയുടെ കൂടെ am. ഓക്കെ, then നമ്മൾ ഹാസ്, ഹാവ്, ഡു, ഡസ്, ഡിഡ് ഇതൊക്കെ സബ്ജക്റ്റിനെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. മനസ്സിലായോ? ഇനി മൊഡാൽ verb എന്താണ്? അതും സബ്ജക്റ്റിനെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്, സബ്ജക്റ്റിനെ കൂടെ യൂസ് ചെയ്യുന്നതാണ്. ഏതൊക്കെയാണ്? ഐ വിൽ ഡു ദാറ്റ്. ഐ വിൽ ഡു ദാറ്റ് എന്ന് പറയുമ്പോൾ ഐയുടെ കൂടെ വന്ന ഏതാണ്? മൊഡാൽ verb ആണ് വന്നത്, വില്ലാണ് വന്നത് അല്ലെ? ഐ ക്യാൻ സിംഗ് എ സോങ്, എനിക്ക് പാട്ട് പാടാൻ പറ്റും, ഐ ക്യാൻ സിംഗ് എ സോങ്. അപ്പൊ ഐയുടെ കൂടെ എന്ത് വന്നു? ക്യാൻ വന്നു. അപ്പൊ മൊഡാൽ verb ഉം auxiliary verb ഉം സെയിം ഡ്യൂട്ടീസ് ആണ് ചെയ്യുന്നെങ്കിലും വ്യത്യാസമുണ്ട്. ഓക്കെ, അത് അത്രയും ഈ auxiliary verb ഞാൻ എന്തായാലും ടെൻസ് എടുക്കുമ്പോൾ ക്ലിയർ ആകും. ഇപ്പൊ മനസ്സിലാകാത്തവരെ അതുകൊണ്ട് ടെൻഷൻ അടിക്കണ്ട, ആ ടൈമിൽ അത് ക്ലിയർ ആവും കേട്ടോ. ഓക്കെ, ഇതിപ്പോ പെട്ടെന്ന് കേൾക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടാണ്. നമ്മൾ കണ്ടിന്യൂസ് ക്ലാസ് എടുത്ത് പോകുമ്പോൾ നിങ്ങൾക്ക് എല്ലാം ക്ലിയർ ആകും. ഇതുവരെ എടുത്ത നൗൺ, പ്രൊനൗൺ, വേർബ് ഇത് മൂന്ന് ക്ലിയർ ആണോ? മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്യൂ, നൗൺ എന്താണെന്നും പ്രൊനൗൺ എന്താണെന്നും അറിയാം. വേർബിൽ തന്നെ കുറച്ച് ആക്ഷൻ വേർബും ഒരു 5 ആക്ഷൻ വേർബും ഒരു 5 സ്റ്റേറ്റ് വേർബും എക്സാമ്പിൾസ് ഒന്ന് നിങ്ങൾ ടെക്സ്റ്റ് ചെയ്ത് എനിക്ക് ഹെഡിങ് കൊടുക്കുക. ആക്ഷൻ വേർബ് ഹെഡിങ് കൊടുത്തിട്ട് 5 എക്സാമ്പിൾ, അതിനുശേഷം സ്റ്റേറ്റ് വേർബിന് എക്സാമ്പിൾ ഹെഡിങ് കൊടുത്തിട്ട് ഒരു 5 എക്സാമ്പിൾ എഴുതുന്നു. ഒരുമിച്ച് ടെക്സ്റ്റ് ചെയ്തിട്ട് ഒരുമിച്ച് ടൈപ്പ് ചെയ്തിട്ട് ടെക്സ്റ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഓക്കെ അല്ലേ? ടെക്സ്റ്റ് ചെയ്യോ? പറയാൻ പറ്റുന്നതും പറയാം കേട്ടോ. പറയുന്നുണ്ടോ ആരെങ്കിലും? ഇനി അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയൂ, ക്ലിയർ ചെയ്ത് തരാം. നിങ്ങൾക്കത് മനസ്സിലായോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതൊക്കെ ചോദിക്കുന്നത് കേട്ടോ. സോ മാക്സിമം ക്ലാസ്സിൽ കോപ്പറേറ്റ് ചെയ്യാൻ നോക്കാം. ഇപ്പൊ അറിയില്ലെങ്കിൽ, എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ എനിക്ക് പറയാം, മിസ് അറിയില്ല എന്ന് പറയാം. ഓക്കെ, ഞാൻ പറയാം. പറയൂ. ആക്ടിങ്, വാക്കിംഗ്, ടീച്ചിങ്, പിന്നെ റണ്ണിങ്, സ്പീക്കിംഗ്, ടോക്കിംഗ് ഇതെല്ലാം ആക്ഷൻ വേർബ്സ് ആണ്. പിന്നെ ഐ ആം എ ഗേൾ, ഐ ആം എ സ്റ്റുഡന്റ്, ഐ ആം സോ സാഡ്, ഐ ആം ഹാപ്പി ഇതെല്ലാം സ്റ്റേറ്റ് ഓഫ് ബീയിങ് വേർബ്സ് ആണ്. ഓക്കെ ലക്ഷ്മു, അപ്പൊ ഇന്ന് അടുത്ത പോർഷൻസ് ഒന്ന് പ്രസന്റ് ചെയ്യാവോ? അതായത് നൗൺ എന്താണ്, പ്രൊനൗൺ എന്താണ്, വേർബ് എന്താണ്,
ലക്ഷ്മി എന്താണ് മനസ്സിലായത്? നിങ്ങൾക്ക് ക്ലാസ്സിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാവോ? പറയാമോ? ഓക്കെ. നമുക്ക് ഇപ്പോ എന്റെ പേരായാലും പിന്നെ നമ്മൾ ഒരു സ്ഥലത്തിനെ പറ്റി പറയായാലും ഒരാളെ കുറിച്ച് പറയായാലും എല്ലാ പേരുകളും എന്തൊരു വസ്തുവിന്റെ പേരായാലും അതെല്ലാം നൗണാണ്. പ്രോനൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഇപ്പൊ ഞാൻ എന്നെ പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ആദ്യം ഞാൻ എന്റെ പേര് പറയും. പിന്നെ ഞാൻ പറയല് അല്ല സോറി, ഞാൻ മാമിനെ പറ്റി പറയണം. അപ്പൊ ആദ്യം മാമിന്റെ പേര് പറഞ്ഞു. പിന്നെ നമ്മള് ഷീ അല്ലെങ്കിൽ ആണാണെങ്കിൽ ഹി, അല്ലെങ്കിൽ പിന്നെ ഒരു വസ്തുവിനെ പറ്റിയിട്ടാണെങ്കിൽ ഇറ്റ്, അങ്ങനെയൊക്കെ പറയില്ലേ, അതാണ് പ്രോനൗൺ. ഓക്കെ അല്ലേ മാം? ഓക്കെ ആണ്. ഓക്കെ ലക്ഷ്മു. ഇനി who is next? നീ ആരാ പറയാ? ഇതുപോലെ എന്താണ് നിങ്ങൾ മനസ്സിലായത്? അത് കാണിച്ച് ജസ്റ്റ് പ്രസന്റ് ചെയ്യുക. അത് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാം, മലയാളത്തിൽ സംസാരിക്കാം. ഓക്കെ, കംഫർട്ടബിൾ ഏതാണ് ഏത് ലാംഗ്വേജിൽ സംസാരിക്കാം കേട്ടോ. മാക്സിമം ഇംഗ്ലീഷിൽ തന്നെ പറയാൻ ശ്രമിക്കാം. ഓക്കെ, സോ പ്രസന്റ് ചെയ്യുന്നവര് എനിക്കൊന്ന് പേര് ടെക്സ്റ്റ് ചെയ്യാമോ? ഞാൻ അപ്പൊ അതിനനുസരിച്ച് 1 by 1 ആയിട്ട് വിളിക്കാം. ഓക്കെ, മാക്സിമം എല്ലാവരും തന്നെ ഒന്ന് പറയാൻ നോക്കാം. അങ്ങനെയാ നമ്മൾ പഠിക്കുള്ളൂ കേട്ടോ. ക്ലാസ്സിൽ ഞാൻ എടുക്കുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെങ്കിലും നിങ്ങൾക്ക് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് അത് ക്ലിയർ ആകും. ഓക്കെ, എനിക്കത് മനസ്സിലായിട്ടുണ്ട്, നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. ഓക്കെ, ആരൊക്കെ റെഡിയാണ്? പ്രസന്റ് ചെയ്യാൻ ആരൊക്കെ റെഡിയാണ്? പേര് ടെക്സ്റ്റ് ചെയ്യാമോ? No, I'm ready അല്ല? Okay, yeah. Dasni പറയൂ. Yes, ma'am. Noun എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേര് അങ്ങനൊക്കെ ഓരോ സ്ഥലം, തിങ്സ് അങ്ങനൊക്കെ. പ്രോനൗൺ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആവുന്നില്ല. റേഞ്ച് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. ഓക്കെ മാം. നമ്മള് എന്തെങ്കിലും തിങ്സ്, പ്ലേസ്, ഒരാളെ പേര് അങ്ങനൊക്കെ. പ്രോനൗൺ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരാളെ കുറിച്ച് റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോ ഹി, ഷീ, അല്ലെങ്കിൽ ദേ, അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കളാണെങ്കിൽ ഇറ്റ്, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരെ വരുമ്പോ വി, ദേ ആർ, അങ്ങനെയൊക്കെ പറയണത്. Okay, കഴിഞ്ഞോ? Yes, ma'am. Okay, Dasni. Any who's next? മാം, അർജുൻ ഗോപാൽ. Okay. ഈ നൗൺ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേരോ ജീവിയുടെ പേരോ അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ പേരോ അങ്ങനെയൊക്കെയാണെങ്കിൽ അത് നൗണാ. പിന്നെ പ്രൊനൗൺ എന്ന് പറയുവാണെങ്കിൽ ഇപ്പോ ആദ്യം ഒരാളുടെ പേര് പറയുമല്ലോ, പിന്നെ ഇപ്പൊ അതാണാണേൽ ഹീന്നോ പെണ്ണാണേൽ ഷീന്നോ പറയും. അപ്പൊ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട്, നൗണിനൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് പ്രോനൗൺ. പിന്നെ വെർബ് എന്ന് പറയുമ്പോൾ ക്രിയ എന്ന് പറയും. അതിൽ തന്നെ ആക്ഷൻ വെർബും ഉണ്ട്, സ്റ്റേറ്റ് ഓഫ് ബീയിങ് വെർബും ഉണ്ട്. ആക്ഷൻ വെർബ് എന്ന് പറയുമ്പോ ഒരാൾ ഡാൻസ് ചെയ്യുന്നു, ടീച്ച് ചെയ്യുന്നു, പറയുന്നു, അതൊക്കെ ആക്ഷൻ വെർബാ. ഇപ്പൊ സ്റ്റേറ്റ് ഓഫ് ബീയിങ് വെർബ് എന്ന് പറഞ്ഞാല് ഒന്നി ഫീലിങ്സോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റോ ഉള്ളതിനെയാണ് സ്റ്റേറ്റ് ഓഫ് ബീയിങ് വെർബ് എന്ന് പറയുന്നത്. Okay, അർജുൻ ക്ലിയർ ആണല്ലേ? മനസ്സിലായി? മനസ്സിലായി. Okay, അർജുൻ. Then Hannah. A noun is identified a person or animal or a thing.
Pronouns is used to avoid repetition of the noun. Pronouns are words like he, yourself, or mine, who, and someone. Okay, can go. Okay, Hannah, tension Hannah. Tension down. ഇല്ലില്ല. Okay, yeah. Okay, Hannah. Then any Shilpa. Nouns are meaningless. ആരൊക്കെയാ പറയുന്നേ? സംസാരിക്കൂ. അൺമ്യൂട്ട് ചെയ്യുന്നുണ്ട്. ശില്പ സുധീഷ് പറയുന്നുണ്ടോ? Okay, then Prida. Hi, ma'am. Noun means the used names of a person. Example: place, name, things, etc. Pronoun means substitute for a noun to avoid repetition of the noun. Example: she, he, you, etc. Verb is only action: play, walk, run, dance, sing, something. And state of being means statement only. She is dancing, she is eating lunch, something. Yes. Okay, Prida. Then Firozia Shahin. എന്നാണ് പ്രൊഫൈൽ നെയിം. കേൾക്കുന്നുണ്ടോ? കറക്റ്റ് ആണോ? പേര് തന്നെയാണോ? എന്തോ? ഫിറോസിയാണോ മാം? ഫിറോസിയാണ്. പറയൂ. നൗൺസ് മീൻസ് നെയിമിംഗ് വേർഡ്സ്. an animalോ അല്ലെങ്കിൽ ഒരു പേരായ ശബ്ദത്തെ പറയുന്നതാണ് noun. And pronoun നമുക്ക് instead of nouns we can use pronouns he, she, it, like that. And verb means action. എന്ത് ആക്ഷനാണോ നമ്മൾ ആ പ്രസന്റ് സ്റ്റേറ്റ്മെന്റിൽ ചെയ്യുന്നത് അതാണ് verb. And state of being means he is a boy അല്ലെങ്കിൽ she is a teacher, like that. ആ ഒരു സ്റ്റേറ്റ്മെന്റിനെയാണ് state of being. Okay, ഫിറോസിയ. ഇനി ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? മീൻസ് പ്രസന്റ് ചെയ്യുന്നുണ്ടോ? Anyone? ഇല്ല. Okay. ഇംഗ്ലീഷ് ക്ലാസ്സില് മാക്സിമം സംസാരിക്കാൻ നോക്കണം കേട്ടോ. സംസാരിക്കാൻ നോക്കണം. ഇംഗ്ലീഷ് എല്ലാവരും പറയുന്ന 9th ക്ലാസ്സിൽ എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്. എനിക്ക് ഇംഗ്ലീഷ് കേൾക്കാനും വായിക്കാനൊക്കെ അറിയാം, പക്ഷെ സംസാരിക്കാൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു അല്ലെ? പറഞ്ഞവരാണ് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെ സംസാരിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യണ്ടേ? അറിയൂ, കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് മാക്സിമം യൂസ് ചെയ്യണം. ആണോ? Yes, ma'am. അപ്പോ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി അല്ലേ ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട്? ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കണം എന്നുള്ള നിർബന്ധമുണ്ടോ? നിങ്ങൾക്ക് എന്നോട് പറയാലോ. Yes, ma'am. സോ മാക്സിമം ക്ലാസ് ഇംഗ്ലീഷ് തന്നെ ഹാൻഡിൽ ചെയ്യാൻ നോക്കാം. അപ്പൊ അങ്ങനെ പറയുമ്പോ എന്താ പറ്റുന്ന വെച്ചാൽ ആരും സംസാരിക്കാൻ വില്ലിങ് ആവില്ല. അങ്ങനെയും ഒരു കാര്യം ഇംഗ്ലീഷ് തന്നെ സംസാരിക്കണല്ലോ എന്ന് വിചാരിച്ചാല് അയ്യോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാതിരിക്കുക അങ്ങനെ ചിന്തിക്കും. അങ്ങനെയൊന്നും ചിന്തിക്കരുത് കേട്ടോ. നമ്മൾ എത്രത്തോളം എഫോർട്ട് എടുക്കുന്നോ എന്നാൽ മാത്രമേ നമുക്ക് അതിന്റെ ബെനിഫിറ്റ്സ് കിട്ടുള്ളൂ. ഓക്കെ, അല്ലാതെ നമുക്ക് ഒരിക്കലും എന്ത് കാര്യമാണെങ്കിലും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ നമുക്കൊന്നും കിട്ടില്ല. നമ്മൾ എല്ലാവരും ഒരു കംഫർട്ട് സോണിലാണ് നമ്മൾ എല്ലാവരും നിൽക്കുന്നത്. അത് ബ്രേക്ക് ചെയ്ത് പുറത്ത് വന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും അച്ചീവ്മെന്റ്സ് ഉണ്ടാവുള്ളൂ ലൈഫില്. അത് എന്ത് കാര്യത്തിനാണെങ്കിലും. ഓക്കെ, ഇവിടെ നമുക്ക് ലാംഗ്വേജ് എടുക്കാം. ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത് എല്ലാവരും ഒരു കംഫർട്ട് സോണിലാണ്. കാരണം ചുറ്റിനുമുള്ളവർ എല്ലാവരും മലയാളം സംസാരിക്കുന്നവരാണ്. സോ അങ്ങനെ മലയാളം സംസാരിക്കുന്ന കൂട്ടത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് വേറെ വഴികളൊന്നുമില്ല അല്ലെ? ഇംഗ്ലീഷ് സംസാരിക്കാൻ നമുക്ക് അവസരമൊന്നും കിട്ടുന്നില്ല. അപ്പൊ ഇതിപ്പോ ഏറ്റവും നല്ലൊരു
എന്താണ് ചാൻസ് ആണെങ്കിൽ സംസാരിക്കാനായിട്ട്. അത് പൊട്ടത്തരായിക്കോട്ടെ, എന്താണെങ്കിലും പറയാ. ഓക്കെ, ആ പറയാൻ കാണിക്കുന്ന ഒരു ധൈര്യം ഉണ്ടല്ലോ, ഇതാണ് നമുക്ക് വേണ്ടത്. മനസ്സിലായോ? പിന്നീട് നമ്മൾ പഠിച്ചോളും, തന്നെ പഠിക്കും. മിസ്റ്റേക്സിലൂടെ മാത്രമേ നമ്മൾ പഠിക്കൂ. അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ആണ്. ഒരുപാട് ലേൺസ് ഫ്രം എക്സ്പീരിയൻസ്. എക്സ്പീരിയൻസിലൂടെ പഠിക്കുന്നവർ ഒരുപാടുണ്ട് അല്ലെ? അങ്ങനെയാണ് നമ്മൾ ഇതുവരെ എത്തിയത്. അങ്ങനെയല്ലേ? എക്സ്പീരിയൻസിലൂടെ അല്ലേ? എല്ലാ ഓപ്പർച്യൂണിറ്റീസും ചാൻസ് ആണെങ്കിലും അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. പിന്നീട് ആലോചിച്ച് വിഷമിച്ചൊരു കാര്യമില്ല. ഓക്കെ, ഇപ്പൊ അത്യാവശ്യം 30 അബോ സ്റ്റുഡൻസ് ക്ലാസ്സിലുണ്ട്. നിങ്ങൾ നോക്കിക്കോളൂ, കുറച്ചുകൂടെ കഴിയുമ്പോൾ 3 പോലും ഉണ്ടാവില്ല ക്ലാസ്സിൽ. ബിലോ 10 അല്ലെങ്കിൽ ബിലോ 5 അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. എനിക്ക് പറയാനുള്ളത് മാക്സിമം ക്ലാസ് യൂസ് ചെയ്യുക. പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതൊക്കെ സിമ്പിൾ അല്ലേ, നമ്മൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങളല്ലേ തോന്നും. പക്ഷേ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. അതുകൊണ്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം മുതലേ പഠിക്കാം. പിന്നെ ഇത് പ്രസന്റ് ചെയ്യാൻ പറയുമ്പോ ചിലപ്പോൾ ചിലവർക്ക് അൺമ്യൂട്ട് ചെയ്യാൻ തന്നെ ഒരു മടിയുള്ളവരുണ്ടാകാം. ചെയ്യണം ആഗ്രഹം ഉണ്ടാവാം, പക്ഷെ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റാത്തവരുണ്ടാകും. ആ ഒരു ബുദ്ധിമുട്ടെല്ലാം നമുക്ക് മാറ്റണ്ടേ? അങ്ങനെ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ സംസാരിക്കുള്ളൂ. ശരിയല്ലേ? അപ്പൊ സംസാരിക്കുക. അദ്ദേഹം പറയാം അത്രയും കംഫർട്ടബിൾ. നിങ്ങൾ എല്ലാവരും വേണ്ടി ക്ലാസ്സിൽ കംഫർട്ടബിൾ ആണോ എന്ന് ചോദിക്കട്ടെ. കംഫർട്ടബിൾ ആണ്. ഒരാളെ മാത്രമേ പറയുന്നുള്ളൂ. മിക്കവാറും ഏതാണ് അവന്റെ ക്ലാസ്സില് അവസാനം വരെ ഉണ്ടാവുന്ന ഒരു കുട്ടിയായിരിക്കാം. മേ ബി ഉണ്ട്. ഓക്കെ, അപ്പൊ ക്ലാസ് കംഫർട്ടബിൾ ആണ്. എന്നോട് സംസാരിക്കാൻ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. സംസാരിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. കുറച്ച് പേർക്ക് മാത്രമേ ബുദ്ധിമുട്ടൊക്കെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെയാണ്, ഞാൻ ഓക്കെയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് എന്നോട് സംസാരിക്കുന്നില്ല? അത് പറയൂ, റീസൺ പറയൂ. അൺമ്യൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണോ? മറ്റു ക്ലാസ്സില് സംസാരിക്കേണ്ട ആവശ്യം വരുന്നില്ല അല്ലെ? അത് സബ്ജക്റ്റ് ആണ്. അവിടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്ക് പഠിപ്പിക്കുന്നു, നിങ്ങൾ പഠിക്കുന്നു, എക്സാമിന് പോകുന്നു, അത്രയേ ഉള്ളൂ. മറ്റു സബ്ജക്ട് അങ്ങനെയാണ്. പക്ഷെ ഇംഗ്ലീഷ് അങ്ങനെയാണോ? ഇല്ല. സൗണ്ട് ഉണ്ടോ? ഡിസ്റ്റർബൻസ് ഉണ്ടോ നിങ്ങൾക്ക്? ഇല്ല. ഓക്കെ, ഡിസ്റ്റർബൻസ് ഒന്നുമില്ല, വേറെ സൗണ്ട്സ് ഒന്നുമില്ലല്ലോ. അപ്പോ നിങ്ങൾ സംസാരിക്കുമ്പോ ഡിസ്റ്റർബൻസ് ഇപ്പോ ഒരാൾ മ്യൂട്ട് ചെയ്ത് അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു, അതിനുശേഷം അവർ മ്യൂട്ട് ചെയ്യാം. അല്ലാതെ ക്ലാസ്സിൽ ആരെങ്കിലും ആയിട്ട് അതാണ് ഞാൻ പറഞ്ഞത്. അതായത് ഇപ്പൊ ഒരാൾ സംസാരിച്ചു, അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു, സോ അതിനുശേഷം നിങ്ങൾ അത് മ്യൂട്ട് ചെയ്യാം. അല്ലാതെ അതിൽ അൺമ്യൂട്ട് തന്നെ കിടക്കുകയാണെങ്കിൽ മറ്റുള്ളവർ പറയുമ്പോൾ ഡിസ്റ്റർബൻസ് ആകും. മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങൾ തന്നെ ഇത് കോപ്പറേറ്റ് ചെയ്യാം. മാക്സിമം സംസാരിച്ചാണ് ക്ലാസ്സിൽ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? സംസാരിക്കുന്നവർ മാത്രം അൺമ്യൂട്ട് ചെയ്യുക, ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്യാം. ഓക്കെ, മുന്നോട്ട് പോവേണ്ടത്. ഓക്കെ ആണ്. അപ്പൊ സോ ഇനി നെക്സ്റ്റ് ക്ലാസ് അല്ല, നമുക്ക് ഇപ്പോൾ തന്നെ ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് പോകുന്നതാണ്. എനിക്ക് നിങ്ങളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യൂ. ഫസ്റ്റ് ക്ലാസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. എന്താ എല്ലാവരും മലയാളത്തിൽ സംസാരിച്ചാണ് അല്ലെ? മലയാളത്തിലാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞത്. പക്ഷെ ഇപ്പോ നിങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിക്കണം. ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. യു ക്യാൻ സേ എനിത്തിങ്. ഫാമിലിയെ കുറിച്ച് ഒരുപാട് അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ കരിയേഴ്സ്, നിങ്ങളുടെ ആംബിഷൻസ്, ഇതെല്ലാം നിങ്ങൾക്ക് പറയാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാറ്. ഇപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പൊ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോ ഇപ്പൊ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു 30 above സ്റ്റുഡൻസ് ഉണ്ട്. എല്ലാവരും ഞാൻ ഓർത്ത് വെക്കോ? അങ്ങനെ ഓർത്ത് വെക്കാൻ പറ്റുമോ? ആലോചിക്കും, ഇത് പോസിബിൾ ആണോ? ഇല്ല ആണോ? എന്നാണെന്ന് വിടാതെ. നിങ്ങൾ ആക്റ്റീവ് ആണോ ക്ലാസ്സില്? നിങ്ങൾ ആക്റ്റീവ് ആയാൽ മാത്രമേ ഞാനും ആ ഒരു രീതിയിൽ വരുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് പോരടിക്കില്ലേ? നിങ്ങൾക്ക് പോരടിക്കുന്നുണ്ടോ? ഇല്ല മിസ്. പിന്നെ എങ്ങനെയാ? ഞാനിങ്ങനെ ഫുൾ ടൈം സംസാരിച്ചിട്ടിരിക്കല്ലേ, ഞാൻ പോരടി. ഓക്കെ, അപ്പോ ഞാൻ പറയുമ്പോ 30 സ്റ്റുഡൻസ് ക്ലാസ്സിലുണ്ടെങ്കിൽ 30 പേരെ ഞാൻ ഓർത്ത് വെക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്, പറ്റില്ല. സോ അങ്ങനെ ഓർത്ത് വെക്കാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും എന്താണ്
ഇൻട്രൊഡ്യൂസ് ചെയ്യാ നിങ്ങളെ പറ്റി തന്നെ എന്തെങ്കിലും പറയാ. അത് രസകരമായിട്ട് എന്തെങ്കിലും ചെയ്തുകൂടെ? ഇൻട്രൊഡക്ഷൻ ആണെങ്കിലും രസകരമായിട്ട് എന്തെങ്കിലും ചെയ്യാം. അങ്ങനെ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? ഇംഗ്ലീഷിലാണ് കേട്ടോ, മലയാളത്തിലല്ല. മലയാളം വേണ്ട, ഇംഗ്ലീഷ്. റെഡിയാണോ? റെഡിയാണ് മിസ്. തെറ്റാണെങ്കിൽ തെറ്റിക്കോട്ടെ കേട്ടോ. ആരും പെർഫെക്റ്റ് അല്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇവൻ ഞാൻ പോലും പെർഫെക്റ്റ് അല്ല ഇംഗ്ലീഷില്. എനിക്ക് മിസ്റ്റേക്സ് ഒക്കെ വരാറുണ്ട്, ഒരുപാട് മിസ്റ്റേക്സ് വരാറുണ്ട്. സോ എല്ലാവർക്കും വരും. ഓക്കെ, അതുകൊണ്ട് എന്ത് മിസ്റ്റേക്ക് വന്നാലും ഇൻട്രൊഡ്യൂസ് ചെയ്യാം, ഇംഗ്ലീഷിൽ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, ക്ലിയർ? ഓക്കെ ആണല്ലോ? പറയൂ. ഇനി നാളെ മുതൽ ആരും ക്ലാസ്സിൽ കയറില്ല. ഇനി അടുത്ത ഫ്രൈഡേ നമുക്ക് നോക്കാം. കുറച്ച് പേര് മാത്രമേ ക്ലാസ്സിൽ ഉണ്ടാവുള്ളൂ. ഇനിയാണ് ക്ലാസ് എന്ന് നമുക്ക് ഒരു ഐഡിയ കിട്ടുന്നത് ഇപ്പൊ, അല്ലെ? അതുകൊണ്ട് ഇനി ക്ലാസ്സിൽ ജോയിൻ ചെയ്യണ്ട എന്നൊരു ഡിസിഷനിൽ എത്തുമല്ലാറുണ്ട്. മിസ് മിക്കവാറും സംസാരിപ്പിക്കും. മിസ് സംസാരിപ്പിക്കാതെ ചാൻസ് വിചാരിച്ചിട്ട് ജോയിൻ ചെയ്യാതിരിക്കോ? നോ മാം. ഓക്കെ, എന്താണ് 2-3 പേര് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. കൊള്ളാം. ഓക്കെ, അപ്പൊ എന്തോ? I will introduce myself. Okay, Najmu. Okay, I am Ms. Nisa. I am from Malappuram. I am a married woman. Now I am studying my degree. I am a final year student and I have 2 children. Then that's all. Okay. What's your ambition? എന്ത് ആഗ്രഹം എന്താണ്? എന്താവണം? ഹലോ, Typically, I'm searching for a good job after degree. That's why I'm choose hospital administration course. Okay, let's move here. Okay, then who is next? Let's talk about yourself. Ma'am, me, Nivedya. Okay. Okay, ma'am. I'm Nivedya from Kannur. Okay. My husband is working in abroad and I have 2 children. Okay, I'm a singer and now I am studying BCom. I'm a second year student and also studying hospital administration also. And I chose this course so I want to work abroad with my husband. So I choose hospital field. Okay, that's why you joined here. Right? Yeah. Yes. Okay, Nivedya. Okay, thank you, ma'am. Okay, then. Hello, ma'am. My name is Nimisha. I am from Kannur. I am married woman. I have 1 children. My ambition is hospital field. In childhood ambition. My husband is abroad and working in the Saudi. It's it. Okay, Nimisha, sound il parano. Sound Okay. Okay, yeah. Then നീ ആരെ സംസാരിക്കുക? മാം, ഞാൻ Okay, Arjun. I am Arjun Gopal. I am from Ramoram, Kayankulam. My father is a dentist and mother is a housewife. My ambition is to become a
hospital administrator or any other related fields in hospital administration. But I am willing to do any good jobs. I am also a singer. Okay, ma'am. ഓക്കെ, ഇപ്പൊ പാട്ട് കേൾക്കുന്നത് കൊണ്ട് ആർക്കെങ്കിലും വിരോധമുണ്ടോ? ക്ലാസ്സിൽ ബാക്കിയുള്ളവരോട് ചോദിക്കുകയാണ്. 2 സിംഗേഴ്സ് നമ്മുടെ ക്ലാസ്സിലുണ്ട്. ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ പാട്ട് കേൾക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? ഇല്ല മിസ്. നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇവരെ കൊണ്ട് ഇംഗ്ലീഷ് സോങ്സ് എന്തെങ്കിലും പാടിച്ചാലോ? ഇംഗ്ലീഷ് അറിയില്ല മാം. എന്തോ ഇംഗ്ലീഷ് അറിയില്ല, ഞാൻ നല്ല മലയാളം പാട്ട് പാടിത്തരാം. ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഇംഗ്ലീഷ് തന്നെ വേണ്ടേ? നിങ്ങൾ പറയോ? പക്ഷേ അർജുന, നിവേദിയ ഇംഗ്ലീഷ് സോങ്സ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഞാൻ ചുമ്മാ പറയുന്നല്ല, നമുക്ക് ആ ഒരു ഫ്ലെക്സിബിലിറ്റി നമുക്ക് കിട്ടും. ഓക്കെ, യെസ് മാം. ആണെങ്കിൽ നമുക്കത് കറക്റ്റ് ഒരു പ്രൊണൗൺസിയേഷൻ ആണ്, ഒരു ഫ്ലെക്സിബിലിറ്റി നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. മാക്സിമം ഒന്ന് ട്രൈ ചെയ്തു, അത് നമുക്ക് ക്ലാസ്സിൽ വന്ന് പ്രസന്റ് ചെയ്യാം. ഓക്കെ ഓക്കെ മാം. Okay, ma'am. ഇനി വേറെ സിംഗേഴ്സ് എന്തെങ്കിലും ഉണ്ടോ? ഇനി എന്തെങ്കിലും മിണ്ടില്ല അവര്, പറഞ്ഞു തമത്തോന്ന് പറയും. ഇനി ആരെങ്കിലും ഉണ്ടോ? സിംഗേഴ്സ് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഓക്കെ, ഇനി ഷംസീന പറയൂ. Yes, miss. I am Shamsina from Wayanad. I'm a married woman since 6 years. I have 8 children, and I very feel like in hospital field, and so I can choose this course, hospital administration. My husband is working in abroad, Saudi Arabia, and it's all. Okay, that's Okay. all. Okay, Shamsina. Then, Miss, okay. Miss, I am Saubarnika. I'm from Idiki, and I am graduated in BA Communicative English. എന്താ പറയാ, അപ്പൊ ഇംഗ്ലീഷ് അറിയാലോ, കമ്മ്യൂണിക്കേറ്റ് ഇംഗ്ലീഷ് ആണ്, അപ്പൊ ഇംഗ്ലീഷ് അറിയാലോ, സംസാരിക്കാൻ പറ്റില്ലേ? കുറച്ചൊക്കെ അത്യാവശ്യം. അത്യാവശ്യം. ഓക്കെ. I have father, he is a carpenter, and my mother is a housewife. I have a sister. In this, I am studying diploma in hospital administration. My ambition is I have to work in hospital to go to job to go into abroad. ഓക്കെ, സോപനിക, നീ കമ്മ്യൂണിക്കേറ്റ് ഇംഗ്ലീഷ് ആണല്ലോ പഠിച്ചത്, നീ എന്താണ് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് ആരെങ്കിലും ചോദിച്ചിരുന്നോ? കുറച്ച് ഗ്യാപ്പ് വന്നായിരുന്നു മിസ്, അപ്പൊ ഇംഗ്ലീഷ് ഒക്കെ മറന്നുപോയി സംസാരിക്കാനൊക്കെ. അങ്ങനെയില്ല, ടച്ച് പോകും. ഓക്കെ, who's next? Manjusha, പറയൂ. I am Manjusha. I am from Kollam. I am getting married. My husband is working in KSRTC Trivandrum. I have 1 children. I have completed in degree BCom Corporation. Now I am studying in hospital administration. I am getting a good job for going to abroad. Yeah. Okay, Manjusha. Then Rosmi Mario. Hi, madam. I am Rosmi. I am from Idiki district. I completed my post-graduation in computer science from Halmandi University, Kottayam. And I am working as a office admin in a self-employed. Now I have my own office. I have 8 years experience in office administration. Now I have an certificate in hospital administration. So I joined this course. I'm very happy with this course. My time is very complex.
very tight schedule. So now I am in office, so always I have customers in front of. So I didn't to speak. That's the problem. Otherwise, I am always comfort with this class. Okay. Yeah. Okay, Rosmi. കുറച്ച് പേരൊക്കെ ലെഫ്റ്റ് Thank ചെയ്തുകൊണ്ടിരിക്കുകയാണ്. you. Yeah. Okay, then ഇനി ആരാ സംസാരിക്കുക? ഞാൻ സംസാരിക്കുന്നില്ല. Okay. Morning, ma'am. Next class വരുമ്പോ. Okay, Blessy. Good morning, ma'am. My name is Blessy. I'm from Kottayam. I was working as a nursing assistant in Tiruvalla. Now I quit my job due to some personal reasons. My family consists of 4 members: my mother, grandmother, and my little brother. And that's it. Thank you, ma'am. Okay, okay, Blessy. ഇനി ആരെങ്കിലും? Good morning, ma'am. Yeah, good morning. First of all, thank you for opportunity to giving my introducing myself. I am Tina. I am from Cherai Beach. I am completed BCom. I am getting married. Now I am housewife. I have 3 daughters. I want to become hospital administrator. Okay, okay, Tina. ചെറായി ബീച്ചിലാണോ? അപ്പോ അടുത്താണല്ലോ. Cherai Beach ലാണ്. Yeah. Okay. Okay, okay, Tina. Good morning, Then, ma'am. yeah, morning. My name is Aishwarya. I am coming from Thrissur. I completed post-graduation in MA Economics. I have a married woman. My husband is working in Bangalore. I have 1 children. Now I am studying in hospital administration. Yeah. Okay, okay, Shreya. Then, Good morning, ma'am. Myself, I'm Kavya. I'm from Kottayam. About myself, I'm a working person. My family consisted of 4 members, including me and my younger brother. Past 2 years, I'm working as a nursing assistant, but now I'm in a break from my job just because of some health issues. So in this time of period, I thought to study a course, so I chose this hospital administration. yeah. Okay, okay, Kavya. And then, ഇനിയും ഒരുപാട് പേര് സംസാരിക്കാനുണ്ടല്ലോ. ചുമ്മാ എന്തിനും പറയുന്നു ഇംഗ്ലീഷില്. എന്തിനാണ് മടിയാണോ? മടിയാണോ? പേടിയാണോ? ടെൻഷനാണോ? എന്താണ്? എന്താണെങ്കിലും പോട്ടെ, സംസാരിക്കും. ഒന്നും പറയാനില്ല. ഓക്കെ. Yeah, Ramsina. My name is Ramsina. My husband is working in Abu Dhabi. I have 3 children. I get opportunities for course hospital administration. Yeah. I am in Palakkad. എനിക്ക് ഇത്ര കിട്ടുള്ളൂ. ഞാൻ അത്രയേ ഉള്ളൂ. എനിക്ക് നന്നായി പറയാൻ അത്ര അറിയില്ല. Okay. Ramsina, കുറച്ച് സൗണ്ടിൽ സംസാരിക്കണേ. കേൾക്കുന്നില്ല. എന്താ മാം? കുറച്ച് സൗണ്ടിൽ സംസാരിക്കണം കേട്ടോ. കേൾക്കുന്നില്ല. സൗണ്ട് വളരെ കുറവാണ്. ഓക്കെ. ടെൻഷൻ ഉണ്ടോ റംസീന? ഇല്ലല്ലോ. നമുക്കത് പൊതുവെ നമുക്ക് സംസാരിക്കുമ്പോഴാണ് കൂടുതൽ ടെൻഷൻ ആവുന്നത്. ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് കേട്ടോ. കുറച്ചുകൂടി കഴിയുന്നത് ക്ലിയർ ആവും. Okay, എല്ലാവർക്കും ഫസ്റ്റ് ടൈം സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ആരും അങ്ങനെ സംസാരിക്കാൻ വലിയ റെഡി വരാത്തത്. പക്ഷെ അത് ഫസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നീട് കുഴപ്പമൊന്നും ഉണ്ടാകില്ല. അതുകൊണ്ട് മാക്സിമം ഞാൻ കാര്യങ്ങൾ സംസാരിക്കൂ എന്നൊക്കെ പറയുന്നത്. ഓക്കെ. ഇപ്പൊ ഓക്കെയാണോ റംസീന? Okay. Yeah. Okay, okay. Okay, Ramsina. Then who is next? Good morning, ma'am. Yeah. I am Salmat, coming from Calicut.
I am married woman. I have one child. Then I am very interested hospital field. Then I am choose hospital administration course. Thank you. Okay. Then നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഇൻട്രൊഡ്യൂസ് ചെയ്യാത്തവർ ഒരുപാട് പേരുണ്ട്. കുറച്ച് പേരുണ്ട്, കുറച്ച് പേരൊക്കെ ലെഫ്റ്റ് ചെയ്ത് പോയി. ഇനി ഒരു മിക്കവാറും നെക്സ്റ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ചാൻസ് വളരെ കുറവാണ്. ഓക്കെ, കാരണം ഇതിൽ നമുക്ക് തിയറീസ് മാത്രമല്ല ഇംഗ്ലീഷിൽ പഠിക്കുന്നത് കേട്ടാ. തിയറി എല്ലാവർക്കും അറിയാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എഴുതാനും വായിക്കാനൊക്കെ അറിയാം. സോ തിയറി കുറച്ചൊക്കെ അറിയാം. പക്ഷെ നിങ്ങൾക്ക് പറയാൻ എന്താണ് ബുദ്ധിമുട്ട് വരുന്നത്? സംസാരിക്കാൻ പറ്റുന്നില്ല അല്ലെ? അതെന്താ ചെയ്യേണ്ടത്? നമ്മൾ മാത്രമേ സംസാരിക്കാൻ പറ്റൂ. അറിയുന്നില്ല. എങ്ങനെയാണ് വേർഡ്സ് യൂസ് ചെയ്യാന്ന് അറിയില്ല. നമ്മൾ പറയുന്ന തെറ്റാണോ അല്ലെങ്കിൽ ഈ വേർഡ് ഇന്നെവിടെയാണോ യൂസ് ചെയ്യാന്നുള്ളത് അറിയുന്നില്ല. അത് നമ്മള് ടെൻസ് ഇപ്പോ ഇന്നത്തെ ക്ലാസ് നിങ്ങള് എവിടെയെങ്കിലും വാച്ച് ലെറ്ററിലോ അല്ലെങ്കിൽ സേ ലെറ്ററിലോ ഒക്കെ എടുത്ത് ആഡ് ചെയ്ത് വെക്കുക. കാരണം ഇന്ന് സംസാരിച്ച് നിങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ആവുന്ന വരുമ്പോ ഉണ്ടെങ്കിൽ ആ സമയത്ത് സംസാരിക്കാൻ തമ്മിൽ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അതൊക്കെ ഫീൽ ചെയ്യും. അതുകൊണ്ട് എപ്പോഴും ചെയ്യും, ഈ ക്ലാസ് എടുക്കാം, ക്ലാസ് ജസ്റ്റ് ഒന്ന് കേൾക്കുക. എന്തൊക്കെയാണ് പറഞ്ഞത് നിങ്ങൾ തന്നെ ഒന്ന് കേൾക്കുക, സേവ് ചെയ്ത് വെക്കുക. ഓക്കെ, നമ്മൾ ഈ പഠിക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ആ പഠിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ സംസാരിക്കുകയും ചെയ്യും. എന്നാൽ മാത്രമേ നമുക്ക് സംസാരിക്കാൻ പറ്റൂ. ഫ്ലുവന്റ് ആണെങ്കിലും സംസാരിക്കണ്ടേ? ഫ്ലുവന്റ് ആയിട്ടല്ലെങ്കിൽ പോലും കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കണ്ടേ അല്ലേ? സോ അതിനു വേണ്ടി നമ്മൾ ഇതെല്ലാം കൂടെ പഠിക്കുകയും ചെയ്യുക, അതിനൊപ്പം സംസാരിക്കുകയും ചെയ്യുക. ഇപ്പൊ എല്ലാവരും പറഞ്ഞതിലും മിസ്റ്റേക്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ മിസ്റ്റേക്സ് ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ കറക്റ്റ് ചെയ്ത് തരില്ല കേട്ടോ. ഓക്കെ, നിങ്ങൾ സംസാരിക്കുമ്പോ ഞാൻ പറയുകയാണ് തെറ്റാണെന്ന് പറഞ്ഞ് നാളെ നിങ്ങൾ സംസാരിക്കുമോ? ഒരിക്കലും നിങ്ങൾ സംസാരിക്കില്ല. സോ നിങ്ങൾക്ക് തന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ പഠിക്കുമ്പോ നമ്മൾ ക്ലാസ്സിൽ എടുക്കുന്ന തിയറീസ് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. നിങ്ങൾ തന്നെ കറക്റ്റ് ചെയ്ത് നിങ്ങൾ റെക്ടിഫൈ ചെയ്ത് നല്ല രീതിയിൽ നിങ്ങൾ സംസാരിക്കും. എന്നോടല്ല. ഓക്കെ, റംസീന എന്താണ് വിളിച്ചതാണോ? ഫാമിലി മെസ്സേജ് കണ്ടു, ഇതിന് പറയാനാണോ റംസീന? ഓക്കെ, അപ്പൊ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വേർഡ് യൂസ് ചെയ്യണമെങ്കിൽ ടെൻസ് പഠിക്കണം. അത് ഇമ്പോർട്ടന്റ് ആണ്. അത് നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കും. പിന്നെ നിങ്ങൾക്ക് വേണ്ടത് വൊക്കാബുലറി ആണ്. വൊക്കാബുലറി എനിക്ക് നിങ്ങൾ ക്ലാസ്സിൽ തരാൻ പറ്റില്ല, മനസ്സിലായത്? അത്യാവശ്യം ഒരുപാട് വേർഡ്സ് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു തരും. അത് കൂടാതെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഓരോ വേർഡ്സിന്റെയും ഇംഗ്ലീഷ് വേർഡ് നിങ്ങൾ കണ്ടുപിടിക്കാൻ നോട്ട്ബുക്കിൽ എഴുതിയിരിക്കുക, പറയുക, പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് മലയാളം യൂസ് ചെയ്യുന്ന പ്ലേസസ് എല്ലായിടത്തും ഇംഗ്ലീഷ് ആഡ് ചെയ്യാൻ നോക്കാം. എന്നാൽ മാത്രമേ നമ്മൾ പഠിക്കൂ. എനിക്ക് ഈ വേർഡ് അറിയാം, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് കാര്യമുണ്ടോ? അത് ആ ടൈമിൽ യൂസ് ചെയ്യണം അല്ലെ? ഇപ്പൊ എനിക്ക് യൂസ് ചെയ്യണം, എന്റെ പകരം ഉപയോഗിക്കണം എന്ന് പറയാം അല്ലേ? പക്ഷെ നമ്മൾ എന്താ ഇംഗ്ലീഷ് യൂസ് ചെയ്യാം. അപ്പൊ എന്താണ് ആ വേർഡായിട്ട് നമ്മൾ കുറച്ചുകൂടി ഫെമിലിയർ ആകും. പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ആ വേർഡ്സ് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ ഒരു സെന്റൻസ് ആകും. ഓരോ വേർഡ് നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കും. പിന്നീട് നമ്മൾ സെന്റൻസ് ആണ് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് എന്താണ് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. ആ ഒരു വേൾഡ് ഇംഗ്ലീഷ് ചെയ്യും. അങ്ങനെ എന്തുണ്ടാവും? ഫ്ലെക്സിബിലിറ്റി വരും. നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഹാൻഡിൽ ചെയ്ത് ഫ്ലെക്സിബിലിറ്റി വരും. അപ്പോ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും. എന്തോ വെള്ളിയാഴ്ച മാത്രമേ ഉള്ളൂ ക്ലാസ്. വെള്ളിയാഴ്ച മാത്രമേ ഇംഗ്ലീഷ് ക്ലാസ് ഉള്ളൂ. കാരണം അതിനൊരു റീസൺ എന്ന് വെച്ചാല് നമുക്ക് ഇതുവരെയും 2 ക്ലാസ് ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് സബ്ജക്ട് വൈസ് നോക്കുകയാണെങ്കിൽ മറ്റ് സബ്ജക്റ്റ് ആണ് ഇമ്പോർട്ടന്റ്. മീൻസ് നിങ്ങൾക്ക് എക്സാമിനാണെങ്കിൽ അത് ഉള്ള സബ്ജക്റ്റ് ആണ്. സോ അവർക്ക് ആ പോർഷൻസ് എല്ലാം എടുത്ത് തീരണം. ഇംഗ്ലീഷിൽ അങ്ങനെയൊന്നുമില്ല. ഇത്ര പോർഷൻസ് എനിക്കുണ്ട്. ആസ് എ ടീച്ചർ എന്ന നിലയിൽ എനിക്ക് ഇത്ര കാര്യങ്ങൾ നിങ്ങൾ പഠിപ്പിക്കണം എന്നുണ്ട്. സോ അത് ഞാൻ മാക്സിമം കംപ്ലീറ്റ് ചെയ്യാൻ നോക്കും. പക്ഷെ മറ്റ് സബ്ജക്ട് അങ്ങനെയല്ലോ. എക്സാമിന് ഉണ്ട്, നിങ്ങൾക്ക് പഠിച്ച് എക്സാമിലേക്ക് ഇടണം, സർട്ടിഫിക്കറ്റ് ഇടണം അല്ലെ? അപ്പൊ അവരെ പോർഷൻസ് തീരണമെങ്കിൽ ചിലപ്പോ കുറച്ചുകൂടെ കഴിയുമ്പോൾ അവരുടെ പോർഷൻസ് ചിലപ്പോൾ കംപ്ലീറ്റ് ആവണമെന്നില്ല. അപ്പോൾ ഞാൻ എന്റെ ഇംഗ്ലീഷ് ക്ലാസ് ആയിരിക്കും അവരെ കയറി എടുക്കും. മനസ്സിലായോ? അങ്ങനെയാണ് പൊതുവെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ 2 ക്ലാസ് ഇംഗ്ലീഷ് ക്ലാസ്സിൽ വരുമ്പോൾ പോർഷൻസ് കംപ്ലീറ്റ് ആവുന്നില്ല. അങ്ങനെയാണ് നമുക്ക് ഒരു ഇംഗ്ലീഷ് ക്ലാസ് എടുത്തത്. പക്ഷെ ക്ലാസ്സിൽ നമുക്ക് മാക്സിമം ഇംഗ്ലീഷ് ഞാൻ നിങ്ങൾക്ക് ഒരുവിധം എന്തായാലും പഠിപ്പിച്ചു തരും കേട്ടോ. ക്ലാസ്സിൽ കറക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. ലൈവ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ മാക്സിമം. Okay, ma'am.
മ്യൂട്ട് ചെയ്യാൻ ശ്രദ്ധിക്കാട്ടോ, ഭയങ്കര ഡിസ്റ്റർബൻസ് വരും. സംസാരിക്കുന്ന ഇടയിൽ അത് കൺമ്യൂട്ട് ചെയ്യരുത്, മ്യൂട്ട് ചെയ്യും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. സംസാരിക്കാൻ റെഡി ആയിട്ട് വരാം ക്ലാസ്സിൽ. എന്ത് പൊട്ടത്തിട്ടാണെങ്കിൽ പോലും നിങ്ങൾ സംസാരിക്കണം. എത്ര പറയാനുള്ളൂ. ഇപ്പൊ സംസാരിച്ചവർക്ക് അറിയാൻ പറ്റും എന്തെങ്കിലും അല്ലെ. നമുക്ക് തന്നെ നമുക്കൊരു ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ കിട്ടുന്നൊരു മൊമെന്റ് ഉണ്ടല്ലോ, ഒരു പ്രൗഡ് ഫീൽ ആണ് അല്ലെ. എനിക്ക് എന്നെ കൊണ്ട് പറ്റും തോന്നുന്ന ഒരു നിമിഷമാണത്. ആണോ? തോന്നുന്നുണ്ടോ അങ്ങനെയൊക്കെ? തീർച്ചയായും തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മാക്സിമം അത് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. സംസാരിക്കൂ എന്ന് എനിക്ക് പറയാൻ പറ്റും. ഓരോരുത്തരെയും വേണമെങ്കിൽ വിളിക്കാം. എല്ലാ ക്ലാസ്സിലും ഞാൻ ഓരോരുത്തരെയും വിളിക്കാറുണ്ട്, പക്ഷെ ആരും സംസാരിക്കാറില്ല. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ തന്നെ വിചാരിക്കണം എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണം, സംസാരിക്കണം. നിങ്ങൾ തന്നെ വിചാരിച്ചാൽ മാത്രമേ നിങ്ങൾ കൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റൂ. അല്ലാതെ ഞാൻ ഇവിടെ ഇരുന്ന് ഓരോരുത്തരുടെ പേര് വിളിച്ചിട്ട് നിങ്ങൾക്ക് വില്ലിങ് അല്ല, നിങ്ങൾ റെഡി അല്ലെങ്കിൽ നിങ്ങൾ മിണ്ടില്ല. ഓക്കെ, അതൊക്കെ എന്റെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. എല്ലാ മിക്ക ക്ലാസ്സിൽ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. സോ എനിക്ക് എന്നെ സംബന്ധിച്ചിരിക്കുന്ന വിഷയമേ അല്ല. കാരണം നിങ്ങൾ പഠിക്കണം, പഠിപ്പിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ്. ഞാൻ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങളും കൂടെ വിചാരിക്കണം ഇംഗ്ലീഷ് എനിക്ക് പഠിക്കണം എന്ന് നിങ്ങൾക്ക് കൂടെ ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റൂ. അല്ലാതെ കോഴ്സിൽ ക്ലാസ് ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും ജോയിൻ ചെയ്ത് മിണ്ടാതിരിക്കാം, എന്നിട്ട് ലാസ്റ്റ് വഴി നോക്കാം ഇംപ്രൂവ്മെന്റ്സ് ഒക്കെ ഉണ്ടോന്ന്. ഒരിക്കലും ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടാവില്ല, ഷുവറാണ്. ഇംഗ്ലീഷ് അങ്ങനെയാണ്, കേട്ട് പഠിക്കുന്നതല്ല വേണ്ടത്, കേട്ട് പഠിക്കാം. അത് പക്ഷെ പറഞ്ഞും കൂടെ പഠിക്കണം. ഓക്കെ, നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. ടീച്ചേഴ്സ് ഇപ്പൊ എനിക്ക് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് കാര്യങ്ങൾ സെർച്ച് ചെയ്യും. കാരണം ഞാൻ പറഞ്ഞു തരുന്നത് തെറ്റാകരുത്, ആ രീതിയിൽ ക്ലാസ് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് അല്ലെ. അതുകൊണ്ട് നമ്മൾ എല്ലാവരും പുറകെ റെഫർ ചെയ്തിട്ടാണ് ക്ലാസ് എടുക്കുക. പൊതുവെ എല്ലാ ടീച്ചേഴ്സ് അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ എനിക്ക് സ്വന്തമായിട്ട് പഠിക്കാനാണെങ്കിൽ ഞാൻ ഇത്രയും റെഫർ ചെയ്യുമോ? ആലോചിക്കും നിങ്ങൾക്കിപ്പോ സ്വന്തമായിട്ട് പഠിക്കണം, നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ സെർച്ച് ചെയ്തെങ്കിൽ പഠിക്കാം? ഒരിക്കലില്ല കേട്ടോ. അതുകൊണ്ട് മാക്സിമം ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യങ്ങൾ ആരെങ്കിലും പഠിപ്പിക്കാൻ നോക്കാം. അങ്ങനെ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ അതിനെ കുറിച്ച് മനസ്സിലാവുകയും ചെയ്യും. ഓക്കെ, ക്ലിയർ? യെസ് മാം. Clear, ma'am. ഓക്കെ, അത്രയൊക്കെ ഉള്ളൂ. Hope you all enjoy the class. Okay, so let's wind up today's class. Thank you. Thank you, ma'am. Okay, class. Okay, Anna. So thank you. Bye. Thank you. Bye, ma'am.